1919 ജനിച്ച ഏറമ്പാല കൃഷ്ണൻ നായനാരുടെ രാഷ്ട്രീയ രംഗപ്രവേശം 1935 ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. പാർട്ടി പ്രവർത്തകൻ, പത്രാധിപർ, ഭരണാധികാരി, പ്രതിപക്ഷ നേതാവ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി, തികഞ്ഞ നർമ്മം കൊണ്ട് ഭരണഗൗരവത്തെ ലളിതമാക്കിയ ജനപ്രിയ നേതാവ് എന്നീ അടയാളപ്പെടുത്തലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇ.കെ. നായനാർ. 2004 മെയ് 19 നായനാർ അന്തരിച്ചപ്പോൾ പെരുമഴയും പാതിരാവും വകവയ്ക്കാതെ ജനലക്ഷങ്ങൾ അനുഗമിച്ച വിലാപയാത്ര കേരളം നെഞ്ചേറ്റിയ വികാരത്തിന്റെ ചരിത്ര സാക്ഷ്യമായിരുന്നു. അധസ്ഥിതരും പാവപ്പെട്ടവരും ക്ലേശമനുഭവിക്കുന്നവരുമായ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കണ്ണൂരിലെ ഒരു പ്രമുഖ വ്യവസായിയായിരുന്ന ആറോണിൻ്റെ മില്ലിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും കുറഞ്ഞ കൂലിക്കെതിരായി പണിമുടക്കിന് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ട് സഹ പി കൃഷ്ണപിള്ളയെ പോലെ ഉള്ള ആളുകളുമായി ചേർന്ന് തൊഴിലാളികളുടെ സജീവമായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കാൻ തുനിഞ്ഞതിനെ തുടർന്ന് അറസ്റ്റ് വരിക്കാനും കൽത്തുറുങ്കിൽ കഴിയാനും ഇടയായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തെ പോരാട്ടമടക്കം നിരവധി കൊല്ലങ്ങൾ ഒളിവ് ജീവിതത്തിലും നിരവധി കൊല്ലങ്ങൾ ജയിൽ ജീവിതത്തിലും കഴിയേണ്ടി വന്നിട്ടുള്ള ധീരനായ ഒരു പടയാളിയായിരുന്നു സഖാവ് ഇ.കെ. നായനാർ. സഖാവ് നായനാരുടെ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ സത്യസന്ധമായി ചിത്രീകരിച്ച് പുതിയ തലമുറയ്ക്ക് സഖാവ് നായനാരെപ്പറ്റി അറിവ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമം വിജയിക്കട്ടെ. ഇ.കെ. നായനാർ എന്ന നിയമസഭാംഗത്തെയും പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയും കുറിച്ച് പറയുമ്പോൾ ഓരോ അവസരത്തിലും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെക്കുറിച്ച് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ പറയാൻ സാധിക്കും. പാവപ്പെട്ടവനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം സാധാരണ പാർട്ടി പ്രവർത്തകന്മാരിൽ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുന്നതിലും വളരെ വ്യത്യസ്തമാണ്. അസംബ്ലിയിലും ഒക്കെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തിയായിട്ട് വിമർശിക്കും. പക്ഷേ ഈ അവസരത്തിലൊക്കെ ആ ഒരു നല്ല മനുഷ്യൻ ഇ.കെ. നായനാർ എന്ന നല്ല മനുഷ്യനാണ് എനിക്ക് സ്നേഹം, എനിക്ക് ബഹുമാനം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറും എൻ്റെ ഭാര്യയും വളരെ അടുത്തായിരുന്നു. രണ്ടുപേരും ഈശ്വര വിശ്വാസികളാണ്. രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ മാത്രമല്ല, കല്യാണ സ്ഥലത്ത് വെച്ചും അങ്ങനെ പല സ്ഥലത്തും വെച്ചും ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടും. നല്ല സൗഹൃദത്തിലായിരിക്കും. അവസാനകാലം അദ്ദേഹത്തിന് അസുഖം വർദ്ധിച്ചപ്പോൾ, അസുഖം വർദ്ധിക്കുന്നതിന് കാരണം ഡോക്ടർമാർ പറയുന്ന ഒരു നിർദ്ദേശവും അവർ സ്വീകരിക്കില്ല. ഭക്ഷണ ക്രമത്തിലൊക്കെ ഒരു ഭക്ഷണപ്രിയനാണ്. ലീഡർ പറഞ്ഞത് ശരിയാ. എസ്കോട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വലിയ ആൻജിയോഗ്രാം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് ലീഡറും തൊട്ടടുത്ത മുറിയിൽ തന്നെയുണ്ട്. അപ്പോൾ എന്നും വന്ന് അദ്ദേഹം വന്ന് സുഖവിവരം അന്വേഷിക്കും. എന്താ നായനാരെ, എങ്ങനെയുണ്ട്, ഡോക്ടർ പറയുന്ന അതേപോലെ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ പറയേ കരുണാകര, പിന്നെ എനിക്ക് അങ്ങനെയൊന്നും പറ്റൂല, ഒരു 80% ഡോക്ടർ പറയുന്നത് ഞാൻ കേൾക്കും, അത്രയല്ലാണ്ട് മുഴുവൻ അവർ പറയുന്നത് കേട്ടാൽ ശരിയാവില്ല, എങ്ങനെയാ പറയുക. അതിലൊക്കെ
അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ്. ആ ഒരു സ്നേഹം, ആ ഒരു നിഷ്കളങ്കത അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ണൂരേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സ്വീകരണം വെച്ചാൽ കണ്ണീരോടുള്ള വേദനയോടുള്ള അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള തിരക്ക്. അപ്പോഴാണ് ആരാണ് മിസ് നായനാർ? എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും ധന്യമായ സന്ദർഭം ശ്രീ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 96 ജൂൺ മുതൽ 98 ഏപ്രിൽ വരെ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നതാണ്. ഇങ്ങനെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറയാവുന്ന ഒരേ ഒരു വ്യക്തി ശ്രീ നായനാരാണ്. ഏത് പുതിയ പദ്ധതി അത് നമ്മുടെ മന്ത്രിസഭയിൽ വന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏതെങ്കിലും ചർച്ചയിൽ വന്നാലും പ്ലാനിംഗ് കമ്മീഷൻ വന്നാലും എവിടെ ആയാലും ഒരു ചോദ്യമേ ഉള്ളൂ, ഇതുകൊണ്ട് പാവപ്പെട്ടവർക്ക് വല്ല ഗുണമുണ്ടാകും. അതാണ് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് അറിയേണ്ടത്. എത്രായിരം കോടി രൂപയുടെ പദ്ധതിയായാലും പാവപ്പെട്ടവൻ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ അത് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ആ സാധുജനങ്ങളോടൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ സാധാരണക്കാരായി. പിന്നൊന്ന്, അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു പിതൃനിർവിശേഷണം, ഒരു അച്ഛന് കാണിക്കാമായിരുന്ന പോലെ തോന്നുമായിരുന്ന പോലെയുള്ള സ്നേഹവും വിശ്വാസവും. ഞാൻ ടീച്ചറിനോട് പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നായരെ എന്നാണ് വിളിക്കുക. ആ വിളിയിൽ ഒരു എന്താ പറയുക, വാക്കുകൾക്ക് അതീതമായുള്ള എന്തോ സ്നേഹവും വിശ്വാസവും. ഇപ്പോഴും CP നായരെ പറ്റി നല്ലത് പറയാൻ ഈ സമയം ഉണ്ടാവുള്ളൂ. ടീച്ചർ കേട്ട് കാണാൻ ഒരു വലിയ മഹാനിരൂപകൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ശ്രീരാമ വി അഡ്മയർ ബട്ട് ശ്രീകൃഷ്ണ വി ലവ് എന്ന് പറയും. ശ്രീരാമനെ നമ്മൾ ആദരിക്കുന്നു, ആരാധിക്കുന്നു, ശ്രീകൃഷ്ണനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വത്സവനെയും EMSനെയും നമ്മൾ ആരാധിക്കുകയാണ്, അഡ്മയർ ചെയ്യാണ്. പക്ഷേ നായനാരെ സംബന്ധിച്ചിടത്തോളം അകമഴിഞ്ഞ്, എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, അകമഴിഞ്ഞ് സ്നേഹിക്കുക. അതെൻ്റെ അന്ത്യശ്വാസം വരെ ആ സ്നേഹം ഉണ്ടാകും. കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ പോയി ആദ്യമേ കാണാനായിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ DIGയും ട്രെയിനിങ് SP എന്നോട് പറഞ്ഞു, അദ്ദേഹം ചിലപ്പോൾ എടി എന്നൊക്കെ വിളിച്ച് കളയും, ദേഷ്യമൊന്നും തോന്നരുത്, വീട്ടിലൊരു കാർന്നവർ പറയുകയാണെങ്കിൽ എങ്ങനെ തോന്നും അങ്ങനെ തോന്നാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞ് എന്നെ എടിയെന്നൊന്നും വിളിച്ചില്ല, വളരെ സ്നേഹമായിട്ട് പെരുമാറി. തൃശ്ശൂർ തേക്കുംകാട് മൈതാനി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി നടക്കുകയാണ്. അവിടെ ഈ കോളാമ്പി മൈക്ക് അന്ന് ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ മുഴുവനും കോളാമ്പി മൈക്ക് വെച്ച് കെട്ടി. അപ്പോൾ ആ മൈക്ക് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ കെട്ടിയെങ്കിലും അതിൻ്റെ വയറിൻ്റെ കണക്ഷൻ ഊരിയിടാനായിട്ട് ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനെ കയറി കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കോളാമ്പി മൈക്ക് ഹൈക്കോടതി നിരോധിച്ചിരിക്കുകയാണ്, അപ്പോൾ സാറിൻ്റെ പ്രസംഗം നടക്കുന്നിടത്ത് ഈ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ കണക്ഷൻ ഞാൻ ഊരിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ കണക്ഷൻ എന്നാ വേണ്ട, ഹൈക്കോടതി നിരോധിച്ച സാധനമൊന്നും നമുക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു നിയമം ധിക്കരിച്ചെന്തെങ്കിലും സ്വന്തം കാര്യമാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷ, അത് വലിയൊരു സന്തോഷം മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് അത് വലിയൊരു എത്രമാത്രം കറേജാണ് തന്നിരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഈ IAS IPS കിട്ടിയ സ്ത്രീകളെക്കുറിച്ചിട്ട് എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി എന്നോട് പറയാറുണ്ട്, നോക്കിയാൽ നിൻ്റെ മാതിരിയല്ല, ഇന്ന് നോക്കിയാട്ടെ പെണ്ണുങ്ങളെല്ലാം പഠിച്ച എന്താ അവരെ ബുദ്ധിയും സാമർഥ്യവും അല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇവർ ഓഫീസർമാരായി ഇവരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീകളങ്ങനെ ഒരു കൈക്കൂലി വാങ്ങുക അല്ലെ, കൈക്കൂലി ഉണ്ടാവില്ല അവരുടെ അടുത്ത്. അത് വലിയ ഇതായിട്ട് പറയും. സ്ത്രീകളെപ്പോഴും ഓഫീസേഴ്സിനെ വളരെ നല്ല ഒരു കാഴ്ചപ്പാടായിരിക്കും അവരോട് ഉണ്ടാവുക. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. ആയിരത്തി 1964 ഞാൻ നായനാരുമായി അടുത്ത് ബന്ധപ്പെടാൻ തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഏതാണ്ട് കഷ്ടിച്ച് 2 കൊല്ലക്കാലത്തോളം പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ കാലത്തൊക്കെ തന്നെ നയനാർ എന്ന വ്യക്തി
എന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിർവചിക്കാൻ എനിക്കാവുന്നില്ല എന്നുള്ളതാണ് അതിന് സത്യം. താൻ ശരി എന്ന് വിശ്വസിക്കുന്നതിനെ തിരുത്തുവാൻ ആര് തന്നെ ശ്രമിച്ചാലും നടക്കില്ല. കടുംപിടുത്തക്കാരൻ എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടിയും തനിക്ക് ശരിയെന്ന് തോന്നുന്നതിൽ നിന്നും വിട്ടിട്ട് മറ്റൊരാൾക്ക് വേണ്ടി താൻ സംസാരിക്കുക അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പല കാര്യങ്ങളിലും നായനാർ വളരെ നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നു. അതിലൊന്നും പണം ചെലവ് ചെയ്യുന്നതിലാണ്. മോഹനൻ പറഞ്ഞ വളരെ ശരിയാണ്. എന്നോട് പറയും, നിനക്ക് ഞാൻ തരുന്ന പൈസ എല്ലാം എൻ്റെ, നിനക്ക് ഞാൻ 10 പൈസ തന്നാലും അത് എൻ്റെ ഡയറിയിലുണ്ടാവും. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടേതാണ്. ഞങ്ങൾ പാർട്ടിയുടെ പൈസ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത് കണക്കായിരിക്കണം. എന്നോട് പറയുന്നത്, നിൻ്റെ ഇഷ്ടം പോലെ ചിലവാക്കാനുള്ളതല്ല, എൻ്റെ പാർട്ടീൻ്റേതായത്. ഓരോ 10 പൈസയ്ക്കും പാർട്ടിക്ക് കണക്ക് കൊടുക്കണം. അത് തന്നെയാണ് എപ്പോഴും പറയാം. വരുമാനവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ആ പ്രക്രിയ അത് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ മനസ്സിലിപ്പം നമ്മൾ വക്കീലാവണം എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വഴിക്കല്ലാതെ നമ്മൾ വേറെ രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള ചെറിയൊരു പ്രതിഷേധവും ചെറിയൊരു മാറി പഠിച്ചു കഴിയുമ്പോൾ പറയും, ഇവനെ LLBക്ക് ചേർക്കണം, എനിക്കത് പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവനതിന് തയ്യാറായില്ല. പിന്നെ അതോടുകൂടി പിന്നെ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നുള്ള നിലയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ചില സമയത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഒരു അച്ഛൻ തല്ലിയതായിട്ടുള്ള ഓർമ്മ എനിക്കില്ല. കാര്യം ഒന്നാമത് അച്ഛനെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കാണുന്നില്ല. അച്ഛൻ വളരെ 1 മാസം അല്ല 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും പല പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരിക. അച്ഛന് അത് ഒരിക്കലും സഖാവിന് അല്ലെങ്കിൽ അച്ഛന് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്നില്ല, അതിനുള്ള ആ ഒരു സമയമില്ല. അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ കഴിയില്ല. അവരെ എവിടെയും കുട്ടികളെ കൊണ്ടുപോകുക അല്ലെങ്കിൽ സിനിമ കൊണ്ടുപോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെറുപ്പകാലങ്ങളിൽ കിട്ടിയിട്ടില്ല. അത് പിന്നെ മുഖ്യമന്ത്രിയായ സമയത്താണ് പിന്നെ എൻ്റെ മക്കൾ അച്ഛനോടൊപ്പം സിനിമക്ക് പോയത്. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നത്, ഇപ്പം അത് ഏറ്റവും വലിയൊരു അഭിമാനം കൂടിയാണ്. കാര്യം അച്ഛൻ്റെ റോള് തന്നെ അഭിനയിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്നുള്ളൂ. ഒരു മകന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞമ്പോട്ട് എന്ന് പറഞ്ഞ ഒരാൾ 35 വർഷം പഴക്കമുള്ള ഒരു കണ്ണട എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ആദ്യ കാലങ്ങളിൽ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ കണ്ണട, ഒരു 35 വർഷം പഴക്കം. ആ ആളുകളുടെ സ്നേഹം എന്നെ ഭയങ്കരമായിട്ട്, കാര്യം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാര്യം അച്ഛൻ അവിടെ വന്നിറങ്ങിയ രാത്രി കാലങ്ങളിൽ പോലീസിനെ എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് സഹാക്കളുമായിട്ട് വന്നിറങ്ങിയ ആ പുഴയുടെ തീരത്തെ ആൽമരം, അവിടുത്തെ ആളുകൾ വല്ലാതെ എനിക്കൊരു ആ സമയത്ത് ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വല്ലാതെ എനിക്ക് എന്നെ തന്നെ ഒരു നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാര്യം ആ രീതിയിൽ ഇവിടുത്തെ ആളുകളുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ അച്ഛനോട് അവർ കാണിക്കുന്ന കാര്യം, അച്ഛൻ എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാളായിരുന്നു. ഇത് അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ്, അച്ഛനെ ഏറ്റവും സ്നേഹിക്കുന്നത് കാസർഗോഡ് ജില്ലക്കാരെയാണ്. കാര്യം അച്ഛനെ രക്ഷിച്ചത് കയ്യൂർക്കാരാണെന്ന് എപ്പോഴും അച്ഛൻ പറയാറുള്ളതെന്ന് പറയും. അവരുടെ ഒരു പ്രത്യേക വാത്സല്യമാണ്. വിഗ്രഹങ്ങളെപ്പോലും ദൂരെ നിന്ന് കാണണമെന്നാണ് പറയുന്നത്. കാരണം വിഗ്രഹത്തിലുള്ള അഴുക്കുകൾ അടുത്തു നിന്നാൽ അറിയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഭക്തന്മാരോട് പോലും ദൂരെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. പക്ഷേ സഖാവ് നയനാരെ കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോൾ, അടുത്തറിയാൻ കഴിഞ്ഞപ്പോൾ കൂടുതൽ ആദരവ്, കൂടുതൽ ഇഷ്ടം ഒക്കെയാണ് അനുഭവപ്പെട്ടത്. മുഖമുദ്ര മനുഷ്യത്വം എന്നുള്ളതായിരുന്നു. സാധാരണ നിലയിൽ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം എത്രമാത്രം ഉയർന്നതാണ് എന്നുള്ളത് വിദേശയാത്രകളിൽ പലപ്പോഴും പ്രകടമായിട്ടുണ്ട്. കുവൈറ്റിൽ ഒരു തവണ ചെല്ലുമ്പോൾ കുവൈറ്റിലെ അവിടുത്തെ സംഘടനാ പ്രവർത്തകർ
അവർ വന്നിട്ട് അവിടുത്തെ പ്രവാസികളുടെ സ്ഥിതിഗതികൾ, മലയാളികളുടെ കാര്യങ്ങൾ സഖാവിനോട് വിശദീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, അവിടെ ആയമാരായി വരുന്ന സ്ത്രീകളുടെ ദുഃഖത്തെപ്പറ്റി. അവർ പല ഞായറാഴ്ചകളിലും കുവൈറ്റിലെ പള്ളിയിൽ വന്നിട്ട് കൂട്ടത്തോട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമൊക്കെ വീട്ടുജോലിക്ക് വന്ന് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മലയാളി സഹോദരിമാരുടെ അവരുടെ ദുഃഖം നേരിട്ട് പറയുന്ന ആ പള്ളി ഒന്ന് കാണണമെന്ന് സഖാവ് നയനാർ പറഞ്ഞിട്ട് ആ പള്ളിയുടെ മുന്നിലേക്ക് പോയി കുറേ സമയം നിൽക്കുന്ന സഖാവ് നയനാർ അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ മനുഷ്യത്വം എത്രമാത്രമുണ്ട് എന്ന് ബോധ്യമാകുന്നത്. എപ്പോഴും മനസ്സിൽ ഈ പാവപ്പെട്ടവരോടുള്ള സ്നേഹമെന്നല്ല കാണുക. മറ്റേ നമ്മളെ കുടുംബത്തിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, അതല്ലല്ല സഖാവിൻ്റെ. ടീച്ചർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഓർമ്മയുള്ളത് നയനാർ സാധാരണ വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടിയിൽ മക്കൾക്കോ ടീച്ചർക്കോ വേണ്ടി ഒന്നും കരുതാറില്ല. പക്ഷെ ചൈനയിൽ പോയി വന്നപ്പോൾ മാത്രം ടീച്ചർക്കായി ഒരു സാരി വാങ്ങിച്ചു. അതിനാകെ 3 വാര നീളമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാര്യം പറഞ്ഞ് ടീച്ചർ ചിരിച്ച കാര്യം എന്നോടൊരു അഭിമുഖത്തിൽ നായനാർ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ചൈനയിൽ പോയി തിരിച്ചു വരുന്ന ദിവസം ഞാനന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായില്ല, ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ചൈനയിൽ നിന്ന് വന്ന് അവിടെ എത്തിയ ദിവസം തന്നെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, നീ നാളെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഞാൻ ആകെ ചൈനയിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമെന്ന്, നീ ഉടനെ വരണം. അപ്പം ഞാൻ പിറ്റേന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് വന്നു. ഞാൻ എത്തിയ ഉടനെ എന്നോട് പറഞ്ഞത്, എനിക്കൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ ചൈനയിൽ പോകുമ്പോൾ ഒന്നും സാധാരണ ഒന്നും പറയില്ല, അല്ല ഒന്നും കൊണ്ടുവരാനും പറയില്ല, അത് പറഞ്ഞാലും കൊണ്ട് തരാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നത്, എനിക്കൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ സാരി എന്ന് നോക്കിയത്. പെട്ടി തുറന്ന് നോക്കിയപ്പോൾ ഇതൊരു തുണിയാണ് കാണുന്നത്. പിന്നെയും ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ കൊണ്ടുവന്നത്? നീ കണ്ടില്ലേ അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ്. ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം, ഇത്ര ഒരു ചെറിയ കഷ്ണം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കാണാൻ നല്ല തുണി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് സാരിയാണോ? പിന്നെന്താ, ഞാൻ അവിടെ ചെന്ന് കടയിൽ പറഞ്ഞു ഒരു സാരിക്കുള്ളത് മുറിച്ച് തരണമെന്ന്. നിൻ്റെ സാരിയല്ല അവർക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പാവാടക്ക് പറ്റുന്നൊരു തുണി 3 വാര. അപ്പോൾ എൻ്റെ മകളെ കുട്ടിക്ക് ഒരു പാവാട തയ്പ്പിച്ചു അതിനെ കൊണ്ട്. മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ അഭിമുഖമാണ്. അത് 2004 ഏപ്രിൽ 25 ഞായറാഴ്ച. ശരിയാണ് ജോണി ലൂക്കോസ് പറഞ്ഞത്. അവസാനത്തെ അന്ന് ഞങ്ങൾ ഡൽഹിക്ക് പോകാനിരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മുറിയിലേക്ക് പോകുമ്പം തന്നെ, പറ്റുമോ എനിക്ക് കാണാൻ പറ്റുമോ, അല്ല എഴുതാൻ സംസാരിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അകത്തേക്ക് പോയത്. നമുക്കിപ്പോൾ തന്നെ ഇരിക്കാം എന്ന് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വാര്യർ കടലാസ് കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ എനിക്കൊരു പേന എടുത്തു തന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി, വളരെ പോസിറ്റീവായ ഒരു മറുപടിയാണ് അദ്ദേഹം അന്ന് തന്നിരുന്നത്. അതിനു മുമ്പ് എല്ലാ ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഉത്തരം, തീർച്ചയായും കോൺഗ്രസിനെ ഞങ്ങൾ സഹായിക്കേണ്ടി വന്നാൽ സഹായിക്കും, BJPയെ മാറ്റി നിർത്താൻ അതിന് മാത്രമേ കഴിയൂ എന്ന് നായനാർ തുറന്നു പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. അങ്ങനെ സത്യം പറയാനുള്ള ഒരു ചങ്കൂറ്റം ആയിരുന്നു നായനാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പത്രക്കാരോടെല്ലാം വളരെ സ്നേഹവും സൗഹൃദമാണല്ലോ. പത്രക്കാരെ ചീത്ത പറയും, എന്നാലും അവരുമായിട്ട് വളരെ സ്നേഹമാണ്, സൗഹൃദമാണ്. നായനാർ മരിച്ചെങ്കിലും മരിച്ചു എന്നുള്ളൊരു തോന്നലില്ലെന്ന് തോന്നുന്നില്ലേ. നായനാരുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആകർഷകമായിട്ടുള്ളൊരു പെരുമാറ്റവും ഒരു ശാരീരിക പ്രകൃതിയും ആളുകളോടുള്ള വർത്തമാനവും ഒക്കെയുള്ള ശാരീരിച്ചനെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ വെടിയേറ്റ് വീട്ടിൽ കിടക്കുന്ന അവസരത്തിൽ
എന്നെ കാണാൻ വന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയരാജനോട് എപ്പോഴും വളരെ സ്നേഹമാണ്. എന്താണെന്ന് വെച്ചാൽ ജയരാജ് എന്നോട് പറയും, എനിക്കറിയാം ശാരദ, ഇവൻ വെച്ച് ഉണ്ട ദേഹത്തിൽ വെച്ചിട്ടല്ലേ ഇവൻ നടക്കുന്നതെന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഈ ജയരാജനെ വെടികൊണ്ടു എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ ജയരാജൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴും ഞങ്ങൾ രണ്ടാളും കൂടി കാണാൻ പോയി. അപ്പോൾ ജയരാജാന്ന് വിളിക്കുമ്പോൾ തന്നെ ജയരാജനോട് സംസാരിക്കാനല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്നേരം ജയരാജനെ കാണുമ്പോൾ ആ സങ്കടം അതൊരു സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാനവിടെ ഫ്ലാറ്റിൽ വന്നപ്പോൾ അവർ ഓർക്കുന്നൊരു കാര്യം തന്നെ എനിക്ക് തോന്നി. എപ്പോൾ വന്നാലും ചായ കുടിച്ചോ? ഇല്ല. ചായ കുടിച്ചോ ശാരദേ? ചായയില്ലെന്ന് ചോദിക്കുന്നത് ശാരദേച്ചി ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജയരാജൻ എപ്പോഴും പറയും, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ സഖാവിനെ എന്നും കരുതുന്നത്. അവൻ രാവിലെ വന്നാൽ അവനോട് ചോദിക്കും, നീ ഇന്ന് പത്രം വായിച്ചോ? എനിക്ക് നമ്മളെ സഖാക്കൽ ഇപ്പോൾ ഒരു സ്വഭാവമുണ്ട്, പത്രം വായിക്കില്ല രാവിലെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ജയരാജൻ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ, ഞങ്ങൾ AKG ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ജയരാജൻ രാവിലെ വന്നു. അപ്പോൾ അന്ന് കേരള കൗമുദിയിൽ എന്തോ ഒരു പ്രധാന സംഭവം ഉണ്ടായി. അപ്പോൾ ജയരാജനോട് ആ സംഭവത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ജയരാജന് ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ജയരാജൻ പിന്നെ പറഞ്ഞു, ഞാൻ കേരള കൗമുദി കണ്ടില്ല. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ ജയരാജൻ ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്തെല്ലാം പത്രം മുഴുവൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങനെ ഒരിക്കൽ ജയരാജൻ പെട്ടുപോയിനി പത്രം വായിക്കാണ്ട് വന്നിട്ട്. നയനാരെ കുറിച്ചുള്ള സീരിയൽ ആദ്യം 8 എപ്പിസോഡിലാണ്. കയ്യൂർ വളരെ ആ കാലത്ത് പ്രത്യേകിച്ച് നയനാരുടെ കയ്യൂർ സമരത്തിൽ പങ്കിനെക്കുറിച്ച് അന്ന് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പത്രങ്ങളൊക്കെ എല്ലാം നോക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് നയനാരുടെ പങ്കിനെക്കുറിച്ച് നയനാർ പ്രതിയായിരുന്നു, നയനാർ ഒളിവിലായിരുന്നു. ഈ നേരിട്ട് ആ കയ്യൂർ ഈ പുഴയിൽ മറ്റേ പോലീസുകാരൻ്റെ പിന്നെ ആ പ്രകടനത്തിലുണ്ടായിരുന്നില്ലെങ്കിലും ഇതിനെ ആസൂത്രണം ചെയ്യാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും ആ സമരഭാഗങ്ങളിലൊക്കെ സമരാസൂത്രണ നേതൃത്വപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നയനാരുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമാക്കാൻ എനിക്ക് സിനിമയിൽ അല്ല നമ്മുടെ സീരിയലിൽ അത് വളരെ വ്യക്തമാക്കാനുള്ളൊരു നിർബന്ധം തന്നെ ഉണ്ടായിരുന്നു. കാരണം അന്നൊരു വിവാദമായിട്ട് പലപ്പോഴും പത്രങ്ങളിലൊക്കെ നയനാർ നേരിട്ട് എന്നെ വിളിച്ചത് ഈ കയ്യൂർ എപ്പിസോഡ് കണ്ടായിരുന്നു. ആ ഒരു രംഗമുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തെ സഖാവിനെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം എന്താ പറയേണ്ടത്, പോലീസുകാർ അന്വേഷിച്ച് വന്നതും പിന്നെ അപ്പോൾ ഒരു സ്ത്രീ ശരിക്കും ആ സ്ത്രീൻ്റെ ഭർത്താവല്ല അതിരുന്നിട്ടും പിന്നെ സഖാവിനെ പായയിൽ കടത്തി എൻ്റെ ഭർത്താവിന് പനിയാണെന്ന് പറയാനുള്ള ആ തൻ്റെ ഇടം ആ സ്ത്രീ കാണിച്ചതും അതെല്ലാം വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ത്യാഗം വന്ന് സ്ത്രീകൾ സഹിക്കാനുള്ള ഒരു തൻ്റെ ഇടം സ്ത്രീകൾക്ക് ഉണ്ടായല്ലോ. അതെന്നെ വളരെ വളരെ ഒരു 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 നമുക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കോരിത്തെരിപ്പിക്കുന്ന ഒരു സംഭവം അതെല്ലാം. ഇന്നത്തെ സ്ത്രീകളാണെങ്കിലൊന്നും അങ്ങനെയുള്ള തൻ്റെ ഇടം കാണിക്കൂല എന്നാണ് ഞാൻ പറയുന്നത്. നയനാരുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷവും അതൊരു വളരെ വലിയ എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മയായാലും ശരി, അതല്ലാതെ പാർട്ടി കമ്മിറ്റിക്കിടയ്ക്കോ സമ്മേളനത്തിനിടയ്ക്കോ ഒരുമിച്ച് യോഗത്തിന് പോകുന്നതിനിടയ്ക്കോ ഒക്കെ ഉണ്ടായിട്ടുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങളുണ്ട്, യാദൃച്ഛികമായ അനുഭവങ്ങളുണ്ട്. ഇത് ഓരോന്നും നമ്മുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കും എന്നുള്ളതാണ് സഖാവ് നയനാരുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്നെനിക്ക് തോന്നുന്നു. പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ ഉപയോഗിക്കാവുന്ന ഭാഷയാണോ എന്നൊക്കെ സംശയിക്കുന്ന തരത്തിലുള്ള കുറച്ച് നാടൻ ഭാഷ നയനാർ ഉപയോഗിക്കും. എന്താണോ എന്ന് പറഞ്ഞിട്ട് ആളോട് ചോദിച്ച് ആളുകളുടെ പ്രതികരണം പറഞ്ഞ് അങ്ങനെ ഒരു വർത്തമാനം പറയുന്ന രീതിയിലാണ്. അത് എനിക്ക് തോന്നുന്നത് നാട്ടുകാർക്ക് വളരെ മനസ്സിലാവണം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്. അല്ല വലിയ അച്ചടി വടിവിൽ ഉള്ളൊരു സംസാരം നമുക്കൊക്കെ തന്നെ ചിലപ്പം വന്നു പോകുന്നൊരു തെറ്റാണ്. നമ്മൾ ഉടനെ സഖാവ് നയനാർ കൊടുത്തിട്ടത് തിരുത്തും. ഈ നിലയിലുള്ള സഖാവ് നയനാരുടെ സംഭാഷണ രീതികളും ഒക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത. ബേബി പറഞ്ഞത് ശരിയാ. ബേബീനെ പറ്റി എപ്പോഴും പറയുന്നതും ബേബി നന്നായി വായിക്കും. ബേബി എവിടെ പോയാലും ബുക്സാ വാങ്ങുക. എവിടെ ചെന്നാലും ബേബിയുടെ കയ്യിൽ 1, 2, 3 ബുക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങും.
ഞങ്ങൾ അവസാന കാലത്തെല്ലാം ഞാൻ സഖാവിൻ്റെ കൂടെ തന്നെ പോകുമല്ലേ CCക്കും PBക്കെല്ലാം ഡൽഹിയിൽ. അപ്പോൾ CC കഴിഞ്ഞ് വരുമ്പം ബേബി എയർപോർട്ടിലുണ്ടാവും, പക്ഷെ ഞങ്ങളെ കൂടെ കാണില്ല. അപ്പോൾ എന്നോട് പറയും, ഈ ബേബീൻ്റെ കാര്യമൊന്നും എനിക്കറിയാം സാറേ, പിന്നെ ബേബി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലാണ്. ഇപ്പം ബേബി നമ്മളിവിടെ നേരെ കേരളത്തിലേക്കല്ല വരുന്നത്, ബേബി ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പുറത്തേക്കാണ് പോകുന്നുണ്ടാവും. അങ്ങനെ ബേബീനെ കുറിച്ച് പറയുന്നത് അത് ബേബി ഇൻ്റർനാഷണലാണ്, അതാണ് ബേബി. എന്ത് പരിപാടിക്ക് വിളിച്ചാലും ആരോഗ്യസ്ഥിതി പോലും മറന്നിട്ട് വരും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആളുകളെ കാണാൻ, യോഗത്തിൽ സംസാരിക്കാൻ, ആളുകളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു വൈകാരികമായ ബന്ധം തന്നെ സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ നായനാർക്കുള്ള ഉത്സാഹം മറ്റ് പലർക്കും ഇല്ലാത്തതാണ്. അവസാന നാളുകളിൽ ആശുപത്രി കിടക്കുന്ന സമയത്തും കൂടി പറഞ്ഞതാണ്, ഞാൻ ജനങ്ങളെ കാണാതെ ഉണ്ട് എന്തിനാ ശാരദ ജീവിക്കുന്നതെന്നാണ് എന്നോട് ചോദിച്ചത്. അത് എനിക്ക് എപ്പോഴും ഞാൻ ഇന്നും ഓരോ ദിവസവും ഞാൻ ആലോചിക്കുന്നതാണ്, ഞാൻ എന്തിനാ ശാരദ ജനങ്ങളെ കാണാണ്ട് ഞാൻ എന്തിനു ജീവിക്കുന്നു, അതുകൊണ്ട് എന്താ കാര്യം. അവർ അവസാന നാളുകളിലും ചോദിച്ച ചോദ്യം തന്നെയാണ് എന്നോട്. അത്രയും ജനങ്ങളെ ഇഷ്ടപ്പെട്ടു, അതിന് ഉപരിയായിട്ട് സഖാവിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഇഷ്ടപ്പെടലിൻ്റെ ആ ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ് ഞാനും ഇന്നും ജീവിക്കുന്നത്. ജനങ്ങളുണ്ട് എനിക്ക്.